ഹലോ, വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറിക്സ്. നമ്മൾ +1 ഹിസ്റ്ററി എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ മൂന്നാമത്തെ പാർട്ടിലാണ് നമ്മളുള്ളത്. 1ഉം 2ഉം പാർട്ടുകൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതെന്തായാലും കാണുക. അവിടെ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഏർലി ഹ്യൂമൻ ലൈഫ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ടിൽ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്, എഴുത്തും നഗരജീവിതം എന്നുള്ള യൂണിറ്റും ആ ചാപ്റ്ററും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള An empire across 3 continents, 3 വൻകരകളിൽ വ്യാപിച്ചു കിടന്ന ഒരു സാമ്രാജ്യം എന്ന് പറയുന്ന റോമ സാമ്രാജ്യത്തിനെ സംബന്ധിച്ചിട്ടുള്ള ചാപ്റ്ററാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം അവിടുന്ന് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ട ഒരു സംഗതിയാണ്, ഒരുപാട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവിടുന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അതിനകത്ത് റോമൻ എംപയറിലെ ആദ്യത്തെ എംപറർ ആരായിരുന്നു, അല്ല പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചതാരാണ്, ഈ രീതിയിലൊക്കെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. പിന്നെ അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി, ഒരുപാട് ക്വസ്റ്റ്യനുകളിൽ കണ്ടിട്ടുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ ലേറ്റ് ആൻറ്റിക്വിറ്റി എന്നുള്ളതാണ്, പിൽക്കാല പൗരാണികത. എന്ന് വെച്ചാൽ റോമാ സാമ്രാജ്യത്തിൻ്റെ അവസാന കാലത്തിന്, ഫൈനൽ സ്റ്റേജിനാണ് നമ്മൾ ഈ ലേറ്റ് ആൻറ്റിക്വിറ്റി എന്ന് പറയുന്നത്. സോ ആ ഒരു ലേറ്റ് ആൻറ്റിക്വിറ്റി കാലഘട്ടം, അവിടെ ഒരുപാട് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. മതപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. പ്രധാനമായിട്ടും ഡയക്ലീഷ്യൻ്റെയും കോൺസ്റ്റന്റൈൻ്റെയും റോൾ എന്തൊക്കെയായിരുന്നു, അവർ ഏത് രീതിയിലൊക്കെയുള്ള ചേഞ്ചസ് ആണ് കൊണ്ടുവന്നത് എന്നുള്ളത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനകത്ത് വരുന്ന മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ റോമാ സാമ്രാജ്യത്തിൻ്റെ സമകാലികമായിരുന്ന മറ്റൊരു സാമ്രാജ്യമാണ് ഇറാനിയൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. സോ ഇറാനിയൻ സാമ്രാജ്യവും റോമാ സാമ്രാജ്യവും എങ്ങനെയൊക്കെയാണ് അവരുടെ ആ ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. പിന്നെ അവിടെ ചർച്ച ചെയ്യുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി, 3rd century ക്രൈസിസ് എന്നുള്ളതാണ്. അതും നമ്മുടെ എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റോമാ സാമ്രാജ്യത്തിലെ സാമൂഹിക ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്, സാമൂഹിക ഘടകങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക ശ്രേണികൾ എന്നുള്ളതൊക്കെയാണ് അതിനകത്ത് നോക്കാനുള്ള മറ്റൊരു സംഗതി. പിന്നെ അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ആ സമയത്തെ ട്രേഡ് എങ്ങനെയായിരുന്നു, വിമൻ്റെ അവസ്ഥ എന്തായിരുന്നു, ലിറ്ററസി എങ്ങനെയായിരുന്നു, അതുപോലെയുള്ള ഈ പറഞ്ഞ എന്താണ് പറയല് സ്ലേവ്സിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഇതൊക്കെ നമ്മുടെ എക്സാമിൽ വളരെ നിർണായകമാണ്. അതിൻ്റെ വ്യാപാരം എല്ലാം അതിൽ എക്സാമിൽ നമുക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ പ്രിലിമിനറി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നമ്മളെന്തായാലും നമ്മളെ ഡിസ്കഷനിലേക്ക് വരാം. ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, who created Constantinople as the second capital of the Roman Empire? റോമാ സാമ്രാജ്യത്തിൻ്റെ 2ാം തലസ്ഥാനമായിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥാപിച്ചത് ആര് എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഉണ്ട്, കോൺസ്റ്റന്റൈൻ, ഡയക്ലേഷ്യൻ, ജസ്റ്റീനിയൻ, അഗസ്റ്റസ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ എ, കോൺസ്റ്റന്റൈൻ എന്നുള്ളതാണ്. സിമ്പിൾ അല്ലേ പഠിക്കാൻ, കോൺസ്റ്റാന്റിനോപ്പിൾ. ഓക്കെ, കോൺസ്റ്റാന്റിനോപ്പിൾ ആരുണ്ടാക്കി, കോൺസ്റ്റന്റൈൻ. ആ പേര് തന്നെ ഉണ്ട്, അയാളുടെ പേരിലേക്കാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ആക്ച്വലി. എന്തായാലും കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ളത് കോൺസ്റ്റന്റൈൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കോൺസ്റ്റന്റൈനെ പറ്റി നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആ ഒരു സിയും ആ ഒരു ആ സൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കുറേ ഉത്തരം നമുക്ക് അതിന് കിട്ടുമെന്നുള്ളതാണ്. ദെൻ അടുത്തത്, ദ ഓഥർ ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി. നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അതിൻ്റെ കർത്താവ്, അതിൻ്റെ ഓഥർ ആര് എന്നുള്ളതാണ്. സ്ട്രാബോ ആണോ, കൊളുമെല്ല ആണോ, ടാസിറ്റസ് ആണോ, പ്ലിനി ആണോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, അതായത് 4ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള പ്ലിനി എന്നുള്ളതാണ്. സിംപ്ലി നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, പ്ലിനി ദ നാച്ചുറലിസ്റ്റ്. പ്ലിനിയാണ് എഴുതിയിട്ടുള്ളത് നാച്ചുറൽ ഹിസ്റ്ററി എഴുതിയിട്ടുള്ളത്. പ്ലിനിയാണ് നാച്ചുറൽ ഹിസ്റ്ററി എഴുതിയിട്ടുള്ളത്. പ്ലിനി ദ എൽഡർ എന്ന് കാണാൻ പറ്റുട്ടോ. പിന്നെ അടുത്തതാണ് ഹേർട്ട് ഓഫ് ദി റോമൻ എംപയർ. റോമാ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് ഏത്? റെഡ് സീ ആണോ, ബ്ലാക്ക് സീ ആണോ, മെഡിറ്ററേനിയൻ സീ ആണോ, അറ്റ്ലാന്റിക് സീ ആണോ? സിംപ്ലി ഓർത്ത് വെക്കുക, റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഹൃദയമായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്, മെഡിറ്ററേനിയൻ സീനെ കൺസിഡർ ചെയ്യുന്നത്. സോ സിംപ്ലി മിഡിലാണ് എന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ ആലോചിക്കുക. റോമിൻ്റെ മിഡിൽ, റോമിൻ്റെ ഹൃദയമായിരുന്നു, റോമിൻ്റെ എല്ലാമായിരുന്നു എന്ത്, മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ചോദ്യമാണ്, ദ ഫൗണ്ടർ ഓഫ് പ്രിൻസിപ്പേറ്റ്. പ്രിൻസിപ്പേറ്റിൻ്റെ സ്ഥാപകൻ ആര്? ടൈബീരിയസ്, ഗലേനിയസ്, തോമസ് മൂർ, അഗസ്റ്റസ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, പ്രിൻസിപ്പേറ്റിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അഗസ്റ്റസ്. അഗസ്റ്റസ് ആണ് എന്ത്, പ്രിൻസിപ്പേറ്റിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന റിപ്പബ്ലിക്കിനെ
റിപ്പബ്ലിക്കിനെ പുറത്താക്കിയിട്ടാണ് അഗസ്റ്റസ് എന്ത് സ്ഥാപിച്ചത്? പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചത്. ഈ അഗസ്റ്റസിന്റെ മറ്റൊരു പേരാണ് എന്ത് പറയുന്നത്? ഒക്ടേവിയൻ അല്ലെ? ഒക്ടേവിയൻ അല്ലെങ്കിൽ അഗസ്റ്റസ് സീസർ എന്നൊക്കെ പറയുന്നത് പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചത് അദ്ദേഹമാണ്. ആൻഡ് ഇത്ര ആലോചിക്കുക, പ്രിൻസിപ്പേറ്റ് ആ ഒരു സൗണ്ട് വെച്ചിട്ട് അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചത്. ഞാൻ ഓർത്ത് വെക്കുക. അടുത്തത് ഓവൻ ഷേപ്ഡ് ഹട്ട്സ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്, അവിടെ നുമീഡിയ എന്ന് പറയുന്ന റീജിയണിൽ നമ്മൾ ഇന്നത്തെ അൾജീരിയയിൽ താമസിച്ചിരുന്ന ഒരു വിഭാഗം ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ സഞ്ചാരത്തിൽ അല്ലെങ്കിൽ അവർ നാടോടികളായിരുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ പോകുന്ന സമയത്ത് അവരുടെ ഹട്ട് ഉണ്ട്, അവരുടെ കുടിലുണ്ട്, അതിനൊരു അടുപ്പിൻ്റെ ആകൃതിയാണ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കുടിലുകൾ അവർ കൊണ്ടുപോകുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ കുടിലിൻ്റെ പേരെന്താണെന്നുള്ളതാണ്. മപ്പാലിയ എന്നാണോ, ചിനാംബസ് ആണെന്നാണോ, മവാലി എന്നാണോ, മിൻബർ എന്നാണോ? ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മപ്പാലിയ എന്നുള്ള കുടില് അല്ലെങ്കിൽ അതായിരുന്നു അവർ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഓർത്തു വെക്കുക. ദെൻ അടുത്തതാണ് ദ സീ ദാറ്റ് സെപ്പറേറ്റ്സ് യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക. ആഫ്രിക്കനെയും യൂറോപ്പിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന, അതിനെ വേർതിരിക്കുന്ന കടൽ ഏത്? ബ്ലാക്ക് സീ ആണോ, മെഡിറ്ററേനിയൻ ആണോ, റെഡ് സീ ആണോ, അറ്റ്ലാന്റിക് ആണോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 മെഡിറ്ററേനിയൻ എന്നുള്ളതാണ്. മെഡിറ്ററേനിയൻ കടലാണ് ചെയ്തിട്ടുള്ളത് യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്നത്. സോ അതിന്റെ രണ്ടിനും മിഡിലാണ് എന്തുള്ളത്? മെഡിറ്ററേനിയൻ സീ ഉള്ളത്. മെഡിറ്ററേനിയൻ സീ യൂറോപ്പിനെയും ആഫ്രിക്കനെയും ഇടയിലാണ്. അതുകൊണ്ട് സുഖമായിട്ട് ഓർത്തത് മിഡിലുള്ളതാണ് മെഡിറ്ററേനിയൻ സീ, യൂറോപ്പിന്റെ ആഫ്രിക്കന്റെയും അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതിന് അടുത്തതാണ് ആദ്യത്തെ റോമൻ ചക്രവർത്തി, ഫസ്റ്റ് റോമൻ എംപറർ. സുഖമാണ് പഠിക്കാൻ. ടൈബീരിയസ്, ഡയക്ലേഷ്യൻ, അഗസ്റ്റസ്, ജസ്റ്റീനിയൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി അഗസ്റ്റസ് എന്നുള്ളതാണ്. ആദ്യത്തേതാരാണ്? അഗസ്റ്റസ്. ആദ്യത്തെ ചക്രവർത്തിയാണ് അഗസ്റ്റസ് എന്ന് പറയുന്നത്. സുഖല്ലേ? ആദ്യത്തെ ആള് അഗസ്റ്റസ്. പിന്നെ ഇതൊരു ലോജിക്കലി നമ്മൾ മാച്ച് ചെയ്യാനുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. സോളിഡസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റൈൻ പുറത്തിറക്കിയിട്ടുള്ള 4.5 അല്ലെങ്കിൽ 4.5 ഗ്രാമിന്റെ ഒരു സ്വർണ്ണ നാണയമാണ്. അപ്പൊ സോളിഡസും കോൺസ്റ്റന്റൈനും തമ്മിൽ ബന്ധമുണ്ട്. അടുത്തത് പ്രിൻസിപ്പേറ്റ്, അത് തുടങ്ങിയതാരാ അല്ലെങ്കിൽ അതുമായിട്ട് ഇവിടെ ബന്ധപ്പെടുന്നത് ആര് എന്നുള്ളതാണ്. ആൻസർ ഈസ് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അഗസ്റ്റസ് ആണ് ചെയ്തിട്ടുള്ളത് പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. സോളിഡസ് കോൺസ്റ്റന്റൈൻ ആണെങ്കിൽ അഗസ്റ്റസ് ആണ് ചെയ്തിട്ടുള്ളത് പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇങ്ങനെയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തത് ലംബാർഡിൽ, ഇറ്റലി, അതായത് ലംബാർഡ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ട്രൈബ്, ജർമാനിക് ട്രൈബാണ്. അവർ ഇറ്റലിയിലാണ് അവരെ രാജ്യം സ്ഥാപിച്ചത്. വിസിഗോത്തുകൾ എവിടെ സ്ഥാപിച്ചു? നമ്മൾ റോമ സാമ്രാജ്യത്തിന്റെ തകർച്ച പറയുമ്പോൾ ജർമാനിക് ട്രൈബുകൾ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു അറ്റാക്ക് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു? റോമ സാമ്രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ഓരോരോ ട്രൈബുകൾ പിടിച്ചു എന്നുള്ളതാണ്. ലംബാർഡ്സ് ഇറ്റലിയിൽ അധികാരം സ്ഥാപിച്ചു. വിസിഗോത്സ് എവിടെ അധികാരം സ്ഥാപിച്ചു? സ്പെയിൻ. വിസിഗോത്സ് എവിടെയാണ്? സ്പെയിൻ. വിസിഗോത്സ് സ്പെയിനിലാണ് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. ആ ഒരു വിസി എന്നുള്ള സൗണ്ട് എന്നുള്ള ഗോത്സ് എന്ന് വെച്ചാൽ സ്പെയിൻ എന്നുള്ള രീതിയിലേക്ക് കണക്ട് ചെയ്തിട്ട് വെക്കുക. പിന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് പോലെ നമുക്ക് പഠിക്കേണ്ട സംഗതിയാണ്. മലയാളം ഇംഗ്ലീഷ് അതിനകത്ത് തന്നെ ഉണ്ട്. സോ ഇവിടെ അഗസ്റ്റസ് അദ്ദേഹം എന്ത് ചെയ്തു? പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചു. ദെൻ ഷാപ്പൂർ ഫസ്റ്റ് അല്ലെങ്കിൽ ഷാപ്പൂർ ഒന്നാമൻ എന്ന് പറയുന്നത് ഹി വാസ് എ ഇറാനിയൻ റൂളർ. അദ്ദേഹം ഒരു ഇറാൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു. നമ്മൾ ഇയാളെ പറ്റി പറയും, 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി പറയുമ്പോൾ പറയും. ടാസിറ്റസ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ചരിത്രകാരനാണ്. അദ്ദേഹം എന്ത് പറയുന്നുണ്ട്? അദ്ദേഹം സാമൂഹിക ഗ്രൂപ്പുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ടാസിറ്റസ് സോഷ്യൽ ഗ്രൂപ്പുകളെ സംബന്ധിച്ച്, സാമൂഹിക വിഭാഗങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അടുത്തത് പ്ലീനിയാണ്. പ്ലീനി എന്ത് ചെയ്തിട്ടുണ്ട്? നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. നാച്ചുറൽ ഹിസ്റ്ററി എഴുതിയത് പ്ലീനിയാണ്. ടാസിറ്റസ് സാമൂഹിക വിഭാഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. അവിടെ എന്താണ് പറയുക? സ്ത്രീകളുടെ അവസ്ഥയെ പറ്റിയിട്ട് തൻ്റെ മാതാവ് എല്ലാ ദിവസവും അല്ലെങ്കിൽ റെഗുലറായിട്ട് പിതാവ് അമ്മയെ അടിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രകാരൻ അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് സെയിന്റ് അഗസ്റ്റിൻ ആണ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സോ ഓർത്ത് വെക്കുക, അദ്ദേഹത്തിന്റെ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ചെയ്തിട്ടുള്ളത് അത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മേ ബി ചോദിക്കുകയാണെങ്കിൽ അതും ആൻസർ ചെയ്യാൻ റെഡി ആവുക. ഇനി നമുക്ക് കുറച്ചുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്ന ചോദ്യങ്ങൾ നോക്കാം. ഇവിടെ ചോദിക്കുന്നത് ലേറ്റ് ആന്റിക്വിറ്റി എന്നുള്ളതാണ്. ലേറ്റ് ആന്റിക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിൽക്കാല പൗരാണികത എന്നുള്ളതാണ് കേട്ടോ. മലയാളത്തിൽ വരുമ്പോൾ ലേറ്റ് ആന്റിക്വിറ്റി നമ്മൾ എന്ത് ചെയ്യും?
പിൽക്കാല പൗരാണികത എന്നാണ് പറയുന്നത്. സോ പിൽക്കാല പൗരാണികതനെ വ്യക്തമാക്കുക, ആ സമയത്തെ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള മാറ്റങ്ങളെ വിശകലനം ചെയ്യുക, പിൽക്കാല പൗരാണികത വിശദീകരിക്കുക, അതുപോലെ തന്നെ ആ സമയത്ത് രാഷ്ട്രീയം സാംസ്കാരിക മാറ്റങ്ങൾ പറയുക, ഡയക്ലീഷ്യനും കോൺസ്റ്റന്റൈനും റോമിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ പറയുക, കോൺസ്റ്റന്റൈൻ നടപ്പാക്കിയ മാറ്റങ്ങൾ പറയുക, ഡയക്ലീഷ്യൻ നടപ്പാക്കിയ മാറ്റങ്ങൾ പറയുക. സോ ഈ ഒരു പിൽക്കാല പൗരാണികതയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരാണ് ഡയക്ലീഷ്യനും കോൺസ്റ്റന്റൈനും ഒക്കെ. അവർ കൊണ്ടുവന്ന മാറ്റങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലെ മാറ്റങ്ങളാണ്. സോ ചോദ്യം എന്ത് ചെയ്യും? ഡയക്ലീഷ്യനെ പറ്റി മാത്രം ചോദിക്കും, അപ്പോൾ ഡയക്ലീഷ്യനെ പറ്റി മാത്രം എഴുതിയാൽ മതി. കോൺസ്റ്റന്റൈനെ പറ്റി മാത്രം ചോദിക്കും, അപ്പോൾ കോൺസ്റ്റന്റൈനെ പറ്റി മാത്രം എഴുതുക. പിൽക്കാല പൗരാണികതനെ മൊത്തത്തിൽ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ അവിടെ ഒരുപാട് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. 4 മുതൽ 7 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമായിരുന്നു. ഡയക്ലീഷ്യനും കോൺസ്റ്റന്റൈനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഡയക്ലീഷ്യൻ കൊണ്ടുവന്നത് കോൺസ്റ്റന്റൈൻ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് ചോദ്യത്തിന്റെ മാർക്കിനനുസരിച്ച് നമ്മൾ ഉത്തരം എഴുതുക. സോ ഇവിടെ ലേറ്റ് ആൻറ്റിക്വിറ്റി എന്ന് പറയുന്നത് 4-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ്. 4th to 7th century ആൻഡ് ഫൈനൽ സ്റ്റേജ് ഓഫ് റോമൻ എംപയർ. റോമാ സാമ്രാജ്യത്തിന്റെ അവസാന കാലഘട്ടമാണ് എന്ത്? പിൽക്കാല പൗരാണികത എന്ന് പറയുന്നത്. ഈ സമയത്ത് അവിടെ ഒരുപാട് പൊളിറ്റിക്കൽ, സാമ്പത്തികം, എക്കണോമിക്, കൾച്ചറൽ, സാംസ്കാരികം, ഇങ്ങനെയുള്ള ഈവൻ റിലീജിയസ് ചേഞ്ചസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് റിലീജിയനകത്ത് വന്നുള്ള ചേഞ്ചാണ് ക്രിസ്ത്യാനിറ്റിനെ റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായിട്ട്, ഒഫീഷ്യൽ റിലീജിയനായിട്ട് പ്രഖ്യാപിച്ചു. ആരാണ്? കോൺസ്റ്റന്റൈൻ. അപ്പൊ സുഖല്ലേ? ക്രിസ്ത്യാനിറ്റി കോൺസ്റ്റന്റൈൻ, ആൻഡ് കോൺസ്റ്റന്റൈൻ കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലേ. പിന്നെ സോളിഡസ് എന്നുള്ളതാണ് നമ്മൾ പറയട്ടോ. സോ റോമാ സാമ്രാജ്യത്തിന്റെ 4 മുതൽ 7-ാം നൂറ്റാണ്ട് വരെ കാലത്തിനെ നമ്മൾ പിൽക്കാല പൗരാണികത എന്ന് പറയും. ആൻഡ് അതിന്റെ സാമ്രാജ്യത്തിന്റെ അവസാന കാലഘട്ടമാണ്. അവിടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക മാറ്റങ്ങളൊക്കെ വന്നിരുന്നു. കോൺസ്റ്റന്റൈന്റെ കാലത്ത് ക്രിസ്തു മതത്തിനെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിച്ചു. റോമാ സാമ്രാജ്യത്തിന്റെ ആദ്യത്തെ ക്രിസ്ത്യൻ ചക്രവർത്തി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിച്ചതിന് ശേഷം അതിനെ ആ ഒരു റോമാ സാമ്രാജ്യത്തിന്റെ തന്നെ മതമായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ദെൻ അടുത്തത് ഡയക്ലീഷ്യൻ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. റിഫോംസ് ഓഫ് ഡയക്ലീഷ്യൻ. ഒന്ന്, അദ്ദേഹം എന്ത് ചെയ്തു? അബാൻഡൻഡ് ലെസ് ഇമ്പോർട്ടൻറ്റ് ടെറിട്ടറീസ്. ചില പ്രദേശങ്ങൾ, ചിലപ്പോൾ മരുഭൂമി പ്രദേശങ്ങൾ അല്ലെങ്കിൽ വരുമാനമൊന്നും കിട്ടാത്ത പ്രദേശങ്ങൾ അദ്ദേഹം എംപയറിൽ നിന്ന്, സാമ്രാജ്യത്തിൽ നിന്ന് പുറത്താക്കി. രണ്ടാമത്തത്, ബാക്കിയുള്ള പ്രദേശങ്ങൾ, നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നു? ഫോർട്ടിഫൈഡ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ കോട്ട കെട്ടി സംരക്ഷിച്ച് നിർത്തി. ദെൻ സിവിലിയൻ ആൻഡ് മിലിറ്ററി റോൾസിനെ സെപ്പറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. സാധാരണക്കാർ മിലിറ്ററിയിൽ വേണ്ട, പകരം മിലിറ്ററിക്ക് അതിനകത്ത് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം മതി. അതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തു. ദെൻ മിലിറ്ററി കമാൻഡേഴ്സ്, അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡ്യൂസസ് എന്ന് പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യുന്നു? അമിതമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പവർ ആർക്ക് കൊടുക്കുന്നു? മിലിറ്ററി കമാൻഡേഴ്സിന് കൊടുത്തു എന്നുള്ളതാണ്. സുഹൃത്തുക്കളൊക്കെ ഡയക്ലീഷ്യന്റെ ചേഞ്ചുകളാണ്. പ്രാധാന്യമില്ലാത്ത പ്രദേശങ്ങളെ ഒഴിവാക്കി, അതിർത്തികൾ കോട്ട കെട്ടി, ദെൻ പൗരപ്രവർത്തനങ്ങളും സൈനിക പ്രവർത്തനങ്ങളും വേർപ്പെടുത്തി, അല്ലെങ്കിൽ സാധാരണക്കാരെ സൈന്യത്തിൽ പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞ് മാറ്റുന്നു. ദെൻ സൈനിക കമാൻഡർമാർ, അവരാണ് ഡ്യൂഷസ് എന്ന് പറയുന്നത്, അവർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും ചെയ്തു. ഇനി അടുത്തയാളാണ് കോൺസ്റ്റന്റൈൻ. ഇതൊക്കെ ലേറ്റ് ആന്റിക്വിറ്റിന്റെ സമയത്ത് വന്നിട്ടുള്ള ഭരണാധികാരികളാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ റിഫോംസ് ഒക്കെ നമുക്ക് ആവശ്യമാണ്. സോ കോൺസ്റ്റന്റൈനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒന്ന് സോളിഡസ് എന്ന് പറയുന്ന ഒരു സ്വർണ്ണ നാണയം, ഗോൾഡ് കോയിൻ അദ്ദേഹം കൊണ്ടുവന്നു. അതിന്റെ വെയിറ്റ് എത്രയായിരുന്നു? 4.5 ഗ്രാം ആയിരുന്നു. ദെൻ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന, അതിനാണ് ബൈസന്റിയം എന്ന് പറയുന്നത് കേട്ടോ, അതിനെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേരിൽ കോൺസ്റ്റന്റൈൻ എന്ത് ചെയ്യുന്നു? പുതിയ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു. ദെൻ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഹി പ്രൊമോട്ടഡ് ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ ഒഫീഷ്യൽ റിലീജിയൻ ആയിട്ട്, ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിച്ചു. ഇനി കൂടുതൽ കൊടുക്കാം. ഫസ്റ്റ് ക്രിസ്ത്യൻ എംപറർ ഓഫ് റോം. റോമിന്റെ ആദ്യത്തെ ക്രിസ്ത്യൻ ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ. ആൻഡ് ഓൾസോ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഡയക്ലീഷ്യനിൽ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഹി ഡിവൈഡഡ് ദി റോമൻ എംപയർ. അദ്ദേഹമാണ് റോമൻ എംപയറിനെ വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. വിഭജിച്ചിട്ടുണ്ടായിരുന്നു. അതും ഓർത്തു വെക്കുക. ദെൻ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്
ടാസിറ്റസ് അദ്ദേഹമാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, റോമ സാമ്രാജ്യത്തിലെ സാമൂഹിക വിഭാഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. സോ അദ്ദേഹം സാമൂഹിക വിഭാഗങ്ങളെ പറ്റി പറയുന്നത് ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് അവിടുത്തെ സാമൂഹിക വിഭാഗങ്ങൾ എന്നൊക്കെയാണ് ചോദ്യം എന്ന് പറയുന്നത്. സോ ഉത്തരത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ 5 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, 5 സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു, 5 സാമൂഹിക വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ആര് പറയുന്നത്, ടാസിറ്റസ് എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്നത്. ആൻഡ് ഈ 5 വിഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിലെ മോളത്താളാണ് സെനറ്റേഴ്സ്, തുടക്കത്തിൽ സെനറ്റർമാർ ആൻഡ് ഇക്വിസ്റ്റേറിയൻസ് അല്ലെങ്കിൽ ഇക്വൈറ്റ്സ്, അശ്വവിഭാഗത്തിലെ പ്രധാനികൾ അല്ലെങ്കിൽ അശ്വവിഭാഗം, നമ്മൾ എന്താ പറയല്, ഇവിടുത്തെ യുദ്ധപ്രഭുക്കന്മാരാണ് ഇക്വേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ മിഡിൽ ക്ലാസ് മധ്യവർഗം, പിന്നെ ലോവർ ക്ലാസ് ആൻഡ് അവസാനത്തെ 5ാമത്തെ വിഭാഗമാണ് അടിമകൾ സ്ലേവുകൾ എന്ന് പറയുന്നത്. സോ നമ്മുടെ സെനറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപയറിൽ ഏറ്റവും പവർഫുൾ ആയിരുന്ന വെരി വെൽത്തി ആൻഡ് അരിസ്റ്റോക്രാറ്റിക് ക്ലാസ് ആണ്, അവിടെയുള്ള കുലീനരാണ് സെനറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇക്വൈറ്റ്സ് എന്ന് പറയുന്നത് അവിടെയുള്ള കുതിര സൈനികർ അല്ലെങ്കിൽ കുതിര പടയാളികളുടെ പ്രമുഖരെയാണ് നമ്മൾ ഇക്വൈറ്റ്സ് എന്ന് പറയുന്നത്, അവരും സമ്പന്നരായിരുന്നു. മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് അവിടെയുള്ള ആർമിയിലെ അതുപോലെ തന്നെ ബ്യൂറോക്രസിയിലുള്ള ആൾക്കാർ, സമ്പന്നരായിട്ടുള്ള കച്ചവടക്കാർ, സമ്പന്നരായിട്ടുള്ള കർഷകർ ഫാർമേഴ്സ്, ഇവരൊക്കെ ആയിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത്, മിഡിൽ ക്ലാസിന്റെ ഭാഗമായിരുന്നത്. ലോവർ ക്ലാസ്സിന് അറിയപ്പെട്ടിരുന്ന പേരാണ് ഹ്യൂമിലിയോറസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലെബ് സോർഡിഡ എന്നൊക്കെ അറിയപ്പെടുന്നത് ലോവർ ക്ലാസ് ആണ്. അവിടെ എന്ത് ചെയ്തു, റൂറൽ ലേബറേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ ഇൻഡസ്ട്രിയൽ ആൻഡ് മൈനിങ് വർക്കേഴ്സ് ഉണ്ടായിരുന്നു, മൈഗ്രന്റ് ലേബറേഴ്സ്, സെൽഫ് എംപ്ലോയിഡ് ആർട്ടിസൻസ്, കാഷ്വൽ വർക്കേഴ്സ് ആൻഡ് മെനി സ്ലേവ്സിനെ നമുക്ക് എന്ത് പറ്റും, ലോവർ ക്ലാസ് എന്ന് പൊതുവെ പറയാനായിട്ട് പറ്റും. ആൻഡ് സ്ലേവ്സ് ഒരു സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് തന്നെ നമുക്ക് വിഭജിക്കാനും പറ്റും എന്നുള്ളതാണ്. സോ സ്ലേവുകളായിരുന്നു നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുണ്ടായിരുന്നത്. അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അവരുടെ ഉടമസ്ഥർ അവരോട് വളരെ ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു, അവരെ ചെങ്ങലക്കിട്ടിട്ട്, അതായത് കാലിൽ ചെങ്ങലിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. Then in the late empire, senators and equestrian merged. അതായത് ഈ സെനറ്റേഴ്സും ഇക്വസ്റ്റേറിയൻസും പിന്നീട് ഒന്നിക്കുന്നുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ഒരു ഉന്നതരായിട്ടുള്ള കുലീനരായിട്ടുള്ള സമ്പന്ന വർഗമായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ മിഡിൽ ക്ലാസ്സിൽ എന്താണ് പറയല്, ഈ പറഞ്ഞ കുലീനർ മിഡിൽ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും സംഭവിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റിലുള്ള ലോവർ ക്ലാസ് അവിടുത്തെ തൊഴിലാളികളായിട്ട് മാറുകയും ചെയ്തു. ഇത്രയും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ചോദ്യത്തിന് ഉത്തരം ചെയ്താൽ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. 5 വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. ആരാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ടാസിറ്റസ് ആണ് പറഞ്ഞത്. അവിടെ 5 വിഭാഗം, സമൂഹം 5 വിഭാഗമായിരുന്നു എന്നുള്ളത്. ഏതൊക്കെയായിരുന്നു, ഒന്നാമത്തത് സെനറ്റർമാരാണ്, എന്ന് വെച്ചാൽ ഉന്നത വർഗമാണ് സെനറ്റർ, സമ്പന്നരാണ് സെനറ്റർമാർ എന്ന് പറയുന്നത്. ദെൻ ഇക്വൈറ്റ്സ് എന്നുള്ളതാണ്, അതായത് അശ്വവിദഗ്ധർ കുതിരപ്പട്ടാളക്കാരാണ്, ആൻഡ് അവരുടെ കുലീനരായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് അതിലുണ്ടാവുക. പിന്നെ മധ്യവർഗമാണ്, അതിൽ സൈനികരും ഉദ്യോഗസ്ഥരും സമ്പന്ന വ്യാപാരികളും കർഷകരും ഒക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. പിന്നെ മിഡിൽ ക്ലാസ്സിന് ശേഷം ലോവർ ക്ലാസ് ആണ്, താഴ്ന്ന വർഗമാണ്, അവരെ ഹ്യൂമിലിയോറസ്, പ്ലെബ് സോർഡിഡ എന്നൊക്കെ അറിയപ്പെടുന്നു. അതിൽ തൊഴിലാളികൾ, അതുപോലെ കൈവേലക്കാർ, പിന്നെ ചില അടിമകള്, ഇവരൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ പറഞ്ഞ താഴ്ന്ന വർഗം. ആൻഡ് ഏറ്റവും താഴെക്കിടയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് സ്ട്രാറ്റയാണ് അടിമകൾ എന്ന് പറയുന്നത്. അവർക്ക് സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഏറ്റവും താഴ്ന്ന വിഭാഗമായിരുന്നു അടിമകൾ. പിന്നെ പിൽക്കാല റോമ സാമ്രാജ്യത്തിന്, നമുക്കറിയാം റോമ സാമ്രാജ്യത്തിനെ ആദ്യകാല റോമ സാമ്രാജ്യം അല്ലെങ്കിൽ ഏർലി എംപയർ എന്നും ലേറ്റർ എംപയർ പിൽക്കാല റോമ സാമ്രാജ്യം എന്നും തിരിച്ചിട്ടുണ്ടായിരുന്നു. സോ പിൽക്കാല റോമ സാമ്രാജ്യത്തിലേക്ക് രണ്ടാമത്തെ ഘട്ടം വരുമ്പോൾ സെനറ്റർമാരും ഇക്വൈറ്റുകളും ഒന്നിക്കുകയും അവർ വലിയ ഉന്നത ഉപരിവർഗമായിട്ട് വലിയ സമ്പന്ന വർഗമായിട്ട് അവിടെ മാറി എന്നുള്ളതാണ്. ഇതാണ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്നുള്ളതിനെ പറ്റി പഠിക്കേണ്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് റോമ സാമ്രാജ്യത്തിലെ 3rd സെഞ്ച്വറി ക്രൈസിസ്, 3ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി. 3ാം നൂറ്റാണ്ടിൽ പ്രധാനമായിട്ടും 3 പ്രതിസന്ധികൾ അവിടെ സംജാതമാവുന്നുണ്ട്. 3ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിനെ സംബന്ധിച്ച് പഠിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് 1ഉം അതുപോലെ 2ഉം നൂറ്റാണ്ടിൽ അവിടെ നല്ല സമാധാനം ഉള്ള ഒരു സാഹചര്യമായിരുന്നു, പീസ് അവിടെ ഉണ്ടായിരുന്നു. അഗസ്റ്റസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അഗസ്റ്റൻ യുഗത്തിന് നമ്മൾ ഏജ് ഓഫ് പീസ് എന്നാണ് പറയുന്നത്. സോ അദ്ദേഹം ഒരു സമാധാനം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷെ 3ാം നൂറ്റാണ്ട് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു, അവിടുത്തെ സമാധാനമൊക്കെ പോയി ഫുൾ പ്രശ്നങ്ങളായിട്ട് മാറി എന്നുള്ളതാണ്. സോ 3 വെല്ലുവിളികളാണ് ആ സമയത്ത് നേരിട്ടത്. ഒന്ന് സസാനിയൻ അറ്റാക്ക് അല്ലെങ്കിൽ ഇറാനിയൻ അറ്റാക്ക്. ഇറാനിലെ സസാനിയൻ രാജവംശത്തിലെ ഷാപ്പൂർ 1 എന്ന ഭരണാധികാരി എന്ത് ചെയ്യുന്നു,
റോമാ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ആക്രമിക്കുകയും പിടിച്ചടക്കുകയും ചെയ്തു. രണ്ടാമത്തെ പ്രതിസന്ധിയാണ് ജർമാനിക് ട്രൈബുകളുടെ അറ്റാക്ക് എന്ന് പറയുന്നത്. ജർമാനിക് ട്രൈബുകളുടെ ആക്രമണം. അതിനകത്ത് ഒരുപാട് ട്രൈബുകൾ ഉണ്ട്. അതിലൊന്നാണ് അലമന്നി എന്ന് പറയുന്നത്, മറ്റേതാണ് ഫ്രാങ്ക്സ് ആൻഡ് ഗോത്തുകൾ, അതായത് ഗോത്സ്. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു റോമാ സാമ്രാജ്യത്തിനെ പല ഭാഗത്തു നിന്നും ആക്രമിക്കുകയും പല പ്രദേശങ്ങളും അവർ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു പ്രതിസന്ധി ആയിരുന്നു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ സാമൂഹികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥ, അതായത് രാഷ്ട്രീയമായിട്ടുള്ള അരാജകത്വം, രാഷ്ട്രീയമായിട്ടുള്ള അനിശ്ചിതാവസ്ഥ അവിടെ സംഭവിച്ചു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് വെറും 47 വർഷങ്ങൾക്കിടയിൽ അവിടെ 25 എംപറേഴ്സ് വന്നു. അതായത് ഒരു എംപറർ വന്ന് സിംഹാസനത്തിൽ ഇരിക്കാൻ റെഡി ആകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ഒന്നെങ്കിൽ അയാളെ കൊല്ലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഗൂഢാലോചന നടത്തിയിട്ട് അയാളെ പുറത്താക്കിയിട്ട് അടുത്ത എംപറർ വരുന്നു. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു എംപറർ അവിടെ ഉണ്ടാവുന്നില്ല. 47 വർഷത്തെ ഒരു ചെറിയ കാലത്തിനിടയ്ക്ക് 25 രാജാക്കന്മാർ, എംപറേഴ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഇതിനെ മലയാളത്തിൽ ഇത്രയേ ഉള്ളൂ. സസാനിയൻ എംപയറിന്റെ ആക്രമണം, അതായത് ഇറാനിയൻ ആക്രമണം അവിടെ ഉണ്ടായിരുന്നു. ഷാപ്പൂർ ഒന്നാമൻ എന്ത് ചെയ്യുന്നു, ആക്രമിക്കുന്നു, കിഴക്കൻ പ്രദേശങ്ങൾ പിടിച്ചടക്കുന്നു. ജർമാനിക് ഗോത്രങ്ങളുടെ ആക്രമണം, അതിൽ അലമാനി, ഫ്രാങ്കുകൾ അല്ലെങ്കിൽ ഫ്രാങ്ക്സ്, ഗോത്തുകൾ അല്ലെങ്കിൽ ഗോത്സ്, ഇവരെന്ത് ചെയ്യുന്നു, റോമിനെ ആക്രമിക്കുന്നു. ദെൻ രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരത എന്ന് വെച്ചാൽ 47 കൊല്ലത്തിനിടയ്ക്ക് 25 ചക്രവർത്തിമാർ വരികയും പോവുകയും ചെയ്തു. സോ നേരത്തെ ഉണ്ടായിരുന്ന 1-2 നൂറ്റാണ്ടിലെ സമാധാനം 3-ാം നൂറ്റാണ്ടിൽ ഇല്ലായിരുന്നു, ആകെ പ്രശ്നങ്ങളായിരുന്നു എന്ന് ചുരുക്കം. ഇനി അടുത്ത ചോദ്യമാണ്, ഇറാനിയൻ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്ന് പറയാം. ഒന്ന്, ഇറാനിയൻ സാമ്രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഡൈവേഴ്സ് പോപ്പുലേഷൻ ആയിരുന്നു. അതായത് എന്താണ് പറയല്, വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യം ഉണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ വൈവിധ്യം എവിടെ ഉണ്ടായിരുന്നു, റോമിലുണ്ടായിരുന്നു. ഇറാനിൽ എന്തുണ്ടായിരുന്നില്ല, വൈവിധ്യം ഇല്ലായിരുന്നു. റോമിൽ ഡൈവേഴ്സ് പോപ്പുലേഷൻ ഉണ്ടായിരുന്നു, ഇറാനിൽ വൈവിധ്യം ഇല്ലായിരുന്നു. മിക്കവാറും എല്ലാ ആൾക്കാരും ഏതിൽ വരുന്നതാണ്, ഇറാനിയൻ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഇറാനിയൻ വർഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. 2, റോമാ സാമ്രാജ്യത്തിൽ നമ്മുടെ വൈവിധ്യം ഭാഷയിലും കാണാനായിട്ട് പറ്റുമായിരുന്നു എന്നാണ്. വ്യത്യസ്ത ഭാഷകൾ അവിടെ ഉണ്ടായിരുന്നു. അതേസമയം ഇറാനിലാണെങ്കിൽ അവിടെ ഒരൊറ്റ ഭാഷ, അരാമിക് ലാംഗ്വേജ് ആണ് ഉണ്ടായിരുന്നത്. റോമാ സാമ്രാജ്യത്തിൽ ഭാഷകൾ വ്യത്യസ്തമായിരുന്നു. ആൻഡ് റോമാ സാമ്രാജ്യത്തിൽ ഗ്രീക്ക്, ലാറ്റിൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സെൽറ്റിക് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഭാഷകൾ റോമാ സാമ്രാജ്യത്തിൽ സംസാരിച്ചിരുന്നു. അവിടുത്തെ ഒഫീഷ്യൽ ഭാഷകളായിരുന്നു ലാറ്റിനും ഗ്രീക്കും. ദെൻ റോമാ സാമ്രാജ്യത്തിൽ ഒരു പെയ്ഡ് ആൻഡ് പ്രൊഫഷണൽ ആർമി ഉണ്ടായിരുന്നു. ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള പൈസ കൊടുത്ത് ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുള്ള ആർമി ഉണ്ടായിരുന്നു. അതേസമയം ഇറാനിയൻ സാമ്രാജ്യത്തിൽ ആർമി എന്ന് പറയുന്നത് അവിടെ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ നിർബന്ധിത സൈനിക സേവനമാണ് അവിടെ ഉണ്ടായിരുന്നത്, ഇറാനിയൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നത്. അടുത്തത്, റോമാ സാമ്രാജ്യത്തിൽ ഒരു പൊതു ഗവൺമെന്റ്, കോമൺ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ഇറാനിയൻ സാമ്രാജ്യത്തിൽ അവിടെ പൊതു ഗവൺമെന്റ് ഇല്ലായിരുന്നു. ദർ വാസ് നോ കോമൺ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. അടുത്തത്, റോമൻ എംപയർ വാസ് കൾച്ചറലി മോർ ഡൈവേഴ്സ് ആൻഡ് മൊസൈക്ക് ഓഫ് ടെറിട്ടറീസ്. അതിൽ വ്യത്യസ്ത പ്രദേശങ്ങളും വ്യത്യസ്ത കൾച്ചറുകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, റോമാ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. ഇറാനിൽ എന്തില്ല, കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇല്ലായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ലേറ്റ് ആൻറ്റിക്വിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ദെൻ അവിടെ ഉണ്ടായിട്ടുള്ള ചേഞ്ചസും ഒക്കെ നമ്മളിത് ഓൾറെഡി ചർച്ച ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു എസ്സേ ടൈപ്പ്, അതായത് 8 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൽ ചോദ്യം എങ്ങനെയാണ്, റോമിൻ്റെ എക്കണോമിക് കണ്ടീഷൻ, ഏർലി റോമൻ എംപയറിൻ്റെ എക്കണോമിക് കണ്ടീഷൻ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം, അവിടുത്തെ ട്രേഡ് ഉൾക്കൊള്ളിക്കണം, അഗ്രികൾച്ചർ ഉൾക്കൊള്ളിക്കണം, ഇൻഡസ്ട്രി ഉൾക്കൊള്ളിക്കണം, ബാങ്കിങ് ഉൾക്കൊള്ളിക്കണം. സോ അവിടുത്തെ സാമ്പത്തിക അവസ്ഥ വിശദീകരിക്കണം, വ്യാപാരം, കൃഷി, വ്യവസായം, ബാങ്കിങ് തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ എക്കണോമിക് കണ്ടീഷനെ സംബന്ധിച്ച് ട്രേഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ വളരെ സജീവമായിട്ടുള്ള ട്രേഡ് അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ഹാർബറുകൾ അല്ലെങ്കിൽ ഒരുപാട് തുറമുഖങ്ങൾ അവർക്കുണ്ടായിരുന്നു. വളരെ സജീവമായിട്ടുള്ള ഗൂഡ്സ് ട്രാൻസ്പോർട്ട് ഈ തുറമുഖങ്ങളിൽ നടന്നിരുന്നു. ദെൻ അവിടെ വീറ്റ്, വൈൻ, ഒലിവ് ഓയിൽ ഇവയൊക്കെ എന്ത് ചെയ്തിരുന്നു,
ഭയങ്കര ലാർജ് സ്കെയിലായിട്ട് ലാർജ് ക്വാണ്ടിറ്റിയിൽ അവിടെ ട്രേഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. വീറ്റ്, വൈൻ ആൻഡ് ഒലിവ് ഓയിൽ വെർ ട്രേഡഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. ഈ സാധനങ്ങൾ വീറ്റും വൈനും ഒലിവ് ഓയിലൊക്കെ വന്നിരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് സ്പെയിൻ, നോർത്ത് ആഫ്രിക്ക, ഈജിപ്ത് ആൻഡ് ഗാലിക്. ഈ റീജിയനുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ വീറ്റ്, വൈൻ, ഒലിവ് ഓയിലൊക്കെ വന്നിരുന്നു. പിന്നെ ഒലിവ് ഓയിൽ വാസ് ക്യാരീഡ് ഇൻ ആംഫൊറ. ആംഫൊറ എന്ന് പറയുന്ന ജാറുകളിലാണ് ഒലിവ് ഓയിൽ കൊണ്ടുവന്നിരുന്നത്. ആംഫോറ എന്ന് പറയുന്ന ഒരു ജാറാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇങ്ങനെയുള്ള ആംഫോറേനേക്കാളും കുറച്ചുകൂടിയൊക്കെ വലിയൊരു ജാറാണ് ഡ്രസൽ 20 എന്ന് പറയുന്നത്. ഇതിലും ഇതുപോലെ തന്നെ ഒലിവ് ഓയിൽ കൊണ്ടുവന്നിരുന്നു. ആംഫോറയിൽ ഒലിവ് ഓയിൽ, വൈന് തുടങ്ങിയിട്ടുള്ളവയൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത്. ദെൻ കൃഷിയിലേക്ക് വരികയാണെങ്കിൽ റോമാ സാമ്രാജ്യത്തിന്റെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പ്രദേശങ്ങൾ വളരെ ഫെർട്ടൈൽ ആയിരുന്നു, എന്നുവെച്ചാൽ വളരെ ഫലഭൂയിഷ്ടി ഉള്ളതായിരുന്നു. ദെൻ കമ്പാനിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഇറ്റ് വാസ് ഫേമസ് ഫോർ വൈൻ. വീഞ്ഞിന് വളരെ പ്രശസ്തമായിരുന്നു കമ്പാനിയ എന്ന് പറയുന്ന സ്ഥലം. ദെൻ സിസിലി ആൻഡ് ബൈസേഷ്യം, ഈ രണ്ട് പ്രദേശങ്ങളും ഫേമസ് ഫോർ വീറ്റ്, ഗോതമ്പിന് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു, സിസിലി അതുപോലെ ബൈസേഷ്യം. ദെൻ അടുത്തൊരു സ്ഥലമാണ് ഗലീലി എന്ന് പറയുന്നത്. ഗലീലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭയങ്കരമായിട്ട് ലാർജ് സ്കെയിലിൽ ഡെൻസ്ലി കൾട്ടിവേറ്റഡ് എന്നുള്ളതാണ്, വലിയ രീതിയിലുള്ള കൃഷി നടന്ന ഒരു സ്ഥലമാണ് ഗലീലി എന്ന് പറയുന്നത്. പിന്നെ അവിടെ ബാക്ക്വേർഡ് ഏരിയാസ് ഒരുപാടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് സാമ്പത്തിക പുരോഗതി കണ്ട് ഭയങ്കര കൃഷിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെയൊന്നും പുരോഗമനം ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ അതിലുണ്ടായിരുന്നു. അതിനൊരു എക്സാമ്പിളാണ് നുമീഡിയ എന്ന് പറയുന്നത്. നുമീഡിയയിൽ ഒരുപാട് നാടോടി നൊമാഡ്സ് ആണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവർ ഭയങ്കര ബാക്ക്വേർഡ് ആയിരുന്നു എന്നുള്ളതാണ്. ആൻഡ് അവർ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. നുമീഡിയ എന്ന് പറയുന്നത് ഇന്നത്തെ അൾജീരിയ ആണ്. ആൻഡ് ഇവർ പോകുന്ന സമയത്താണ് ഇവർ എന്ത് ചെയ്യുക, മപ്പാലിയ എന്ന് പറയുന്ന അവരുടെ കുടിലുകളെയും കൂടെ കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ്. ദെൻ ഇൻഡസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരുപാട് ഒലിവ് ഓയിൽ ഫാക്ടറി ഉണ്ടായിരുന്നു, ഒരുപാട് ഇഷ്ടിക നിർമ്മാണ ഫാക്ടറി അല്ലെങ്കിൽ ബ്രിക്ക് യാർഡ്സ് ഉണ്ടായിരുന്നു, മൈനുകൾ, ഒരുപാട് ഖനികൾ, ഒരുപാട് ക്വാറികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ദെൻ അവര് ഈ ഒരു എനർജിന്റെ സോഴ്സ് ആയിട്ട് വാട്ടർ പവറിനെ ഉപയോഗിച്ചിരുന്നു. വാട്ടർ പവർ ഉപയോഗിച്ചിട്ട് അവർ ധാന്യം പൊടിപ്പിക്കുക തുടങ്ങിയ മില്ലിംഗ് ടെക്നോളജിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ മൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, ഹൈഡ്രോളിക് മൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വാട്ടർ പവർ അവർ ഉപയോഗിച്ചിരുന്നു. അവിടെ ബാങ്കിങ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് സംവിധാനങ്ങളൊക്കെ വളരെ സജീവമായിട്ട്, ബാങ്കിങ് നെറ്റ്വർക്ക് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ മണിയുടെ ഉപയോഗവും, വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് മണി അവിടെ ഉണ്ടായിരുന്നു. അവിടെ പൈസയുടെ ഉപയോഗം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഇവരുടെ എക്കണോമിക് കണ്ടീഷനൊക്കെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് നിങ്ങൾ എസ്സേ എഴുതുന്ന സമയത്ത് സബ് ഹെഡിങ് ഒക്കെ ആക്കി വളരെ അടിപൊളിയായിട്ട് മനോഹരമായിട്ട് 8 മാർക്കിന് എഴുതി വെക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ വ്യാപാരത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് തുറമുഖങ്ങൾ, ഒരുപാട് ഗതാഗത സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗോതമ്പ്, വീഞ്ഞ്, ഒലിവെണ്ണ തുടങ്ങിയിട്ടുള്ളവയൊക്കെ അവർ വ്യാപാരം നടത്തിയിരുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നിരുന്നത് സ്പെയിൻ, വടക്കേ ആഫ്രിക്ക, ഈജിപ്ത്, ഗൗൾ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് വന്നിരുന്നത്. ഡ്രസൽ 20 എന്നുള്ള ഒരു വലിയൊരു ജാറാണ്, അതിൽ ഒലിവ് ഓയിൽ കൊണ്ടുവരുന്നു. അതുപോലെ ആംഫോറ എന്ന് പറഞ്ഞ ഒരു കുറച്ചും കൂടി ചെറിയ ജാറാണ്, അതിലും ഒലിവ് ഓയിലും വീഞ്ഞ് അല്ലെങ്കിൽ വൈനൊക്കെ കൊണ്ടുപോയിരുന്നു. ദെൻ കൃഷിനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും പ്രദേശങ്ങളൊക്കെ ഫലഭൂയിഷ്ടമായിരുന്നു, ഊർവരമായിരുന്നു. ദെൻ കമ്പാനിയ എന്ന് പറയുന്നത് വീഞ്ഞ് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. സിസിലിയും എന്താണ് പറയുക, ബൈസേഷ്യം എന്നുള്ളതുണ്ടോ, ബൈസേഷ്യവും ഗോതമ്പിന് വളരെ പ്രശസ്തമായിരുന്നു. ദെൻ ഗലീലയിലും നല്ല രീതിയിലുള്ള കൃഷി നടന്നിരുന്നു. അതേസമയം പിന്നോക്കമായിട്ടുള്ള പ്രദേശങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ന്യൂമീഡിയ എന്ന് പറയുന്നത്, മറ്റൊന്നാണ് നോർത്തേൺ സ്പെയിൻ, വടക്കൻ സ്പെയിൻ എന്ന് പറയുന്നത്. ഈ വടക്കൻ സ്പെയിനിലെ കർഷകരായിരുന്നു കാസ്റ്റെല്ല എന്ന് പറയുന്നത്, കാസ്റ്റെല്ല. ഓക്കെ, ഇവരൊക്കെ ഭയങ്കര ബാക്ക്വേർഡ് ആയിരുന്നു. ന്യൂമീഡിയയിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെയുള്ള നാടോടികളായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ മപ്പാലിയ എന്ന് പറഞ്ഞ വീട് വളരെ പ്രസിദ്ധമാണ്, അതുകൊണ്ടാണ് അവർ പോരുന്നത്. ദെൻ വ്യവസായത്തിലേക്ക് വരികയാണെങ്കിൽ ഒലിവെണ്ണ ഫാക്ടറികൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടിക നിർമ്മാണശാലകൾ ഉണ്ടായിരുന്നു, ഖനികൾ ഉണ്ടായിരുന്നു, അതുപോലെ കോറികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വെള്ളത്തിന്റെ ശക്തി ഉപയോഗിച്ച് അവർ മില്ലിങ്ങും അതുപോലെ മൈനിങ് ഒക്കെ നടത്തിയിരുന്നു. ബാങ്കിങ് അവിടെ സജീവമായിട്ടുണ്ടായിരുന്നു, പണത്തിന്റെ ഉപയോഗവും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം വീണ്ടും ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എക്കണോമിക് കണ്ടീഷൻ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതികൾ തന്നെയാണ്. അതായത് ട്രേഡ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് ബാങ്കിങ്, ഇതാണ് എക്കണോമിക് കണ്ടീഷൻ. അത് നമ്മൾ ഇനി പറയുന്നില്ല കേട്ടോ. ഇതിന് അവിടുത്തെ സോഷ്യൽ കണ്ടീഷൻ കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ എക്കണോമിക് കണ്ടീഷൻ ഒന്ന് മിനിമത്തിൽ എഴുതിയാൽ മതി, കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം,
അവിടെയുള്ള സോഷ്യൽ കണ്ടീഷന് കൂടി അതിലേക്ക് ആഡ് ചെയ്യണം. അതിൽ അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു, അതുപോലെ തന്നെ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള റിലേഷൻ, ഇത് ഭാര്യയും ഭർത്താവ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ അവിടെ കല്യാണപ്രായം എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് വരും. അതുപോലെ സാക്ഷരതയും സംസ്കാരമൊക്കെയാണ് അതിൽ ആഡ് ചെയ്യേണ്ടത്. സോ അത് മാത്രം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഇവിടെ ശ്രദ്ധിക്കുക, അവിടുത്തെ ഫാമിലികൾ എന്ന് പറയുന്നത് സാമൂഹികമായിട്ട് നോക്കുകയാണെങ്കിൽ ഫാമിലികൾ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫാമിലി ആയിരുന്നു, അണുകുടുംബങ്ങളായിരുന്നു. ദെൻ വുമൺ കുഡ് ഓൺ പ്രോപ്പർട്ടി ആൻഡ് മാനേജ് പ്രോപ്പർട്ടി. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് സമ്പത്ത് അല്ലെങ്കിൽ സ്വത്ത് അവകാശം ഉണ്ടായിരുന്നു, സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും സ്ത്രീകൾ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹെർ ഹസ്ബൻഡ്, പുരുഷന്മാരുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു സ്ത്രീകൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ കുട്ടികളെ, അതായത് ചിൽഡ്രനെയും ആര് കൺട്രോൾ ചെയ്തിരുന്നു, അച്ഛൻ കൺട്രോൾ ചെയ്തിരുന്നു. ഏതുവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുസരണക്കേട് കാട്ടുന്ന, അല്ലെങ്കിൽ എന്താണ് പറയല്, അച്ഛൻ ഇഷ്ടമില്ലാത്ത കുട്ടികളെ കൊടും തണുപ്പത്തിട്ട് കൊല്ലാൻ മാത്രമുള്ള അവകാശം അച്ഛനുണ്ടായിരുന്നു. ആരും അച്ഛനോട് ചോദിക്കാൻ വരുമായിരുന്നില്ല ആ കാലത്ത് എന്നുള്ളതാണ്. ദെൻ അവിടെ കല്യാണങ്ങൾ എന്ന് പറയുന്നത് അറേഞ്ച്ഡ് മാരേജുകളായിരുന്നു. അച്ഛനും അമ്മയും സമ്മതിക്കുന്ന, അല്ലെങ്കിൽ ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് മാരേജ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ദെൻ മാരേജിനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ കല്യാണം കഴിച്ചിരുന്നത് ലേറ്റ് 20s ആൻഡ് ഏർലി 30s എന്നാണ്. 20കളുടെ അവസാനത്തിലും 30കളുടെ ആരംഭത്തിലുമായിരുന്നു. സ്ത്രീകൾ കല്യാണം കഴിച്ചിരുന്നത് ലേറ്റ് ടീൻസ്, അതായത് കൗമാരത്തിന്റെ അവസാനത്തിലും ഏർലി 20s 20കളുടെ തുടക്കത്തിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായിരുന്നു, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഏജ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇനി ലിറ്ററസിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ എല്ലാ സ്ഥലത്തും എല്ലാവരും ലിറ്ററസി ഉള്ള ആൾക്കാരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ നല്ല ലിറ്ററസി ഉണ്ടായിരുന്നു, ചില സ്ഥലങ്ങളിൽ ലിറ്ററസി കുറവായിരുന്നു. ഈ ഒരു ജോഗ്രാഫിക്കലി അത് മാറിയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ചില വിഭാഗം, ഫോർ എക്സാമ്പിൾ സോൾജിയേഴ്സ്, ഒഫീഷ്യൽസ്, ഇവരൊക്കെ എന്തായിരുന്നു, അതുപോലെ അരിസ്റ്റോക്രസി, ഇവരൊക്കെ ഉയർന്ന ലിറ്ററസി ഉള്ളതായിരുന്നു. അതേസമയം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ കുറഞ്ഞ ലിറ്ററസി അല്ലെങ്കിൽ ലിറ്ററസി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ലാംഗ്വേജുകൾ അവിടെ ഉണ്ടായിരുന്നു. അരമിക്, കോപ്റ്റിക്, പ്യൂണിക്, ബെർബിക്, സെൽറ്റിക്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഭാഷകൾ അവിടെ സംസാരിച്ചിരുന്നു. ദെൻ അടുത്തത് ട്രേഡ് ആൻഡ് അഗ്രികൾച്ചർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. സോ അതിൽ ട്രേഡിൽ ഗ്രെയിൻ, വൈൻ, ഒലിവ് ഓയിൽ, സ്പൈസസ്, ലക്ഷറി ഗുഡ്സ് ഒക്കെ അവർ കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ ഇവിടെ ഈ പറഞ്ഞ ഇൻഡസ്ട്രീസ് ഒരുപാട് ഉണ്ടായിരുന്നു. പോട്ടറി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. മെറ്റൽ വർക്ക് ഉണ്ടായിരുന്നു. ബാങ്കിങ്, മണി ലെൻഡിങ്ങും ഈ മണി എന്താണ് പറയുക കൊമേഴ്ഷ്യൽ ബാങ്കിങ് സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ അത് ഞാൻ അതിലേക്ക് ഇനി പോകുന്നില്ല, നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. സോ ഇവിടെ സ്ത്രീ പുരുഷം എന്താണ് പറയുക ബന്ധങ്ങളിലേക്ക് വരികയാണെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് അണുകുടുംബങ്ങളായിരുന്നു. സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്വത്ത് കൈകാര്യം ചെയ്യാനൊക്കെയുള്ള അവകാശം ഉണ്ടായിരുന്നു, അതിൻ്റെ ഉടമസ്ഥനാവാനും അധികാരം ഉണ്ടായിരുന്നു. പക്ഷേ ഭർത്താവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഭർത്താവിൻ്റെ നിയന്ത്രണം സ്ത്രീയുടെ ഭാര്യയുടെ മുകളിൽ മാത്രമായിരുന്നില്ല, മക്കളുടെ മുകളിലും ഉണ്ടായിരുന്നു. മക്കളെ കൊല്ലാൻ വരെയുള്ള അധികാരം അവർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ സെന്റ് അഗസ്റ്റിൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അമ്മയെ സ്ഥിരമായിട്ട് അച്ഛൻ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്ന് സെന്റ് അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്. വിവാഹം അതുപോലെ മാതാപിതാക്കളാണ് തീരുമാനിച്ചിരുന്നത്, അതായത് അറേഞ്ച്ഡ് മാരേജ് ആണ് അവിടെ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ദെൻ ആ ഒരു ഏജ് ഗ്യാപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ സാക്ഷരതയും സംസ്കാരവും വരുന്ന സമയത്ത് വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത രീതിയിലായിരുന്നു സാക്ഷരത. ചില പ്രദേശങ്ങളിൽ നല്ല സാക്ഷരത ഉണ്ടായിരുന്നു, ചില പ്രദേശങ്ങളിൽ കുറവായിരുന്നു. ആൻഡ് ചില വിഭാഗം ആൾക്കാർ, അതായത് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ സൈനികർ ഒക്കെ ഇവർക്കൊക്കെ നല്ല സാക്ഷരത ഉണ്ടായിരുന്നു. അതേസമയം താഴെക്കടയുള്ള കർഷകരെ പോലത്തെ ആൾക്കാർക്ക് സാക്ഷരത വളരെ കുറവായിരുന്നു. വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ഭാഷകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. മതങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെ കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനു മുന്നേ അവിടെ ജൂതായിസം ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ബഹുദൈവ ആരാധന ഉണ്ടായിരുന്നു. ഒരുപാട് ദൈവങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. ഈ ദൈവങ്ങൾക്കൊക്കെ അവർ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്നതാണ്. നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലിയ യൂണിറ്റ് ആണ്. അവിടുന്ന് സാധ്യമായിട്ടുള്ള, അവിടുന്ന് വരാൻ സാധ്യതയുള്ള ഒരുവിധം ക്വസ്റ്റ്യനുകളൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ ഈ സെഷൻ നിങ്ങൾ നന്നായിട്ട് സന്തോഷത്തോടു കൂടി കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നേരത്തുള്ള സെഷനുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതുപോലെ വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തിട്ടില്ല എങ്കിൽ ഓൾസോ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു ഓണപ്പരീക്ഷയ്ക്ക് മാത്രമല്ല, ഇനി അങ്ങോട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന എല്ലാ എക്സാമുകളും, അതായത് ഈ
+1 നിങ്ങൾ എഴുതുന്ന പബ്ലിക് എക്സാം വരെയുള്ള, അല്ലെങ്കിൽ നമ്മളിവിടെ ബേസ് ചെയ്യുന്നതൊക്കെ എന്താണ്, പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന സംഗതികൾ തന്നെയാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ പിന്നീട് വരും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വളരെ നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദെൻ നിങ്ങൾ ഫുള്ളിൽ, അതായത് ഔട്ട് ഓഫ് ഔട്ട്, നമ്മൾ 40 മാർക്കുള്ള ആൾക്കാർ 40 തന്നെ 40 വാങ്ങുക, 80 ആൾക്കാർ 80 വാങ്ങുക. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് പറഞ്ഞാൽ മതി, നമുക്ക് അവിടെ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. സോ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു സെഷനിൽ കാണാം. താങ്ക്